Hey guys, welcome back to Encyclopedia. Michael, what an experience, man. What an experience. സോ നമ്മൾ മൈക്കിൾ ജാക്സൺ ദ ഗോഡ് ഓഫ് പോപ്പായ, ദ ഗോഡ് ഓഫ് ഡാൻസ് ആയ, ദ ഗോഡ് ഓഫ് ലൈക്ക് ലിറ്ററലി പോപ്പ് കൾച്ചറിൻ്റെ കിങ് എം ജെയുടെ ബയോപിക്കായ മൈക്കിൾ തിയേറ്ററിൽ നിന്ന് 2 ദിവസം മുന്നേ കണ്ടു വന്നിരിക്കുകയാണ്. സോ ആസ് യൂഷ്വൽ പേഴ്സണൽ റീസൺസ് കാരണം റിവ്യൂ റെക്കോർഡ് ചെയ്യാൻ ലേറ്റായി. സോ ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. സോ വി ആർ ഹിയർ ടുഡേ വിത്ത് ദ റിവ്യൂ ഓഫ് ദ എക്സ്പീരിയൻസ് called Michael, directed by Antoine Fuqua, produced by Lionsgate Studios from the producers of Bohemian Rhapsody. So മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ ഹീസ് ഞാനിപ്പോൾ എന്താ പറയേണ്ടത്, അതിനെപ്പറ്റി എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുന്നേ ഐ എം ജസ്റ്റ് ബീങ് ഹോണസ്റ്റ്, ഐ ആം എ വെരി ഹ്യൂജ് മൈക്കിൾ ജാക്സൺ ഫാൻ ബോയ്. സോ ഏർലി 2000 കിഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ച സമയം was like the last few years that Michael Jackson was alive. So പുള്ളിക്കാരൻ്റെ വർക്ക്സൊക്കെ അപ്പോഴും ട്രെൻഡിലും അപ്പോഴും അത്രയും ലൈക്ക് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ടി വി ആയാലും അല്ലാണ്ട് VCR എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കൊക്കെ ആ ടൈമിലൊക്കെ ടച്ച് ഫോണുകൾ, സോണി റോസൻ്റെ ഒക്കെ ഒരു ഫോണ് എൻ്റെ വീട്ടിൽ അപ്പോഴൊക്കെ അങ്ങനെ ലൈക്ക് ഇറങ്ങി വരുന്നൊരു ഏർലി സ്റ്റേജ് ആയിരുന്നു. സോ അങ്ങനെ ഈ പറഞ്ഞ ടി വിയിലൂടെയും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലെ യൂട്യൂബിലൂടെയൊക്കെ കണ്ട് വളർന്ന, കേട്ട് വളർന്ന, അനുകരിച്ച് വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. സോ ഇയാളെ ഒരു അന്യഗ്രഹ ജീവി, ലൈക്ക് ഒരു ഇൻഹ്യൂമൻ ബീയിങ്ങിനെ പോലെ കണ്ടിട്ടാണ് വളർന്നത്. കാരണം അയാൾ ചെയ്യുന്ന സാധനമൊന്നും ലിറ്ററലി ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ റെപ്ലിക്കേറ്റ് വിത്ത് ദാറ്റ് പെർഫെക്ഷൻ. സോ നമ്മളൊക്കെ പണ്ട് ഇപ്പോഴും മൂൺ വാക്കൊക്കെ അടിക്കുന്നവരാണ്. ഞാനിപ്പോൾ കുളിക്കാൻ പോയാലും ബാത്റൂമിൽ ആ സ്ലിപ്പറി ടൈൽസ് ഉള്ളതുകൊണ്ട് അത് മുതലെടുത്തിട്ട് മൂൺ വാക്കൊക്കെ അടിക്കില്ല, അല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. സോ അങ്ങനെ പറ്റണമെങ്കിൽ അത് മൈക്കിൾ ജാക്സനും അത്ര പെർഫെക്ഷൻ പറ്റും. സോ അങ്ങനെ കണ്ടിരിക്കുന്ന ഒരു ഏലിയൻ കൈൻഡ് ഓഫ് മനുഷ്യനാണ്. ഞാൻ അങ്ങനെ കാണുന്ന 2 സെലിബ്രിറ്റീസ് ഉള്ള ലോകത്ത്. ലിറ്ററലി ഒരു മനുഷ്യനല്ല, അവർ ചെയ്യുന്ന കണ്ടാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സർറിയൽ ആൻഡ് ഇൻഹ്യൂമൻ, ലൈക്ക് അൺഹ്യൂമൻ ആയിട്ട് തോന്നുന്ന സാധനം. ഒന്ന് പറഞ്ഞ പോലെ തന്നെ മൈക്കിൾ ജാക്സൺ, വാട്ട് എവർ ഹി ഡസ് വിത്ത് ഹിസ് ഡാൻസ് ആൻഡ് മ്യൂസിക് ഈസ് അൺപാരലൽഡ് ആൻഡ് അൺഇമിറ്റേറ്റബിൾ. പിന്നെ വരുന്നത് ലയണൽ മെസ്സിയാണ്. സോ മെസ്സി ബോളും കൊണ്ട് പോകുമ്പോൾ നടക്കുന്നത് എന്താണെന്ന് എനിക്കൊരിക്കലും പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മാജിക് ദാറ്റ് വാട്ട് ദീസ് ടു ഡു. സോ അങ്ങനെ ഞാൻ അത്രയും ആരാധിച്ച് പൊളിച്ച് കണ്ട ഒരു ചെറുപ്പത്തിലൊരു കുട്ടി എന്ന നിലയിൽ കണ്ട ഒരു വ്യക്തി, പോകെ വർഷം അയാളെ കൂടുതൽ നമ്മുടെ ടെക്നോളജി ഡെവലപ്പായതിന് അനുസരിച്ച് തന്നെ നമ്മൾ കൂടുതൽ യൂട്യൂബിലും അല്ലാണ്ടൊക്കെ കണ്ട് ഇയാളുടെ ഡാൻസും പാട്ടും അതിൻ്റെയൊക്കെ ഒരു അഡിക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാൻ ഫോളോവറായി മാറി ഒരു മൈക്കിൾ ജാക്സൺ ഫാൻ ആയ ഒരു വ്യക്തിയാണ് ഞാൻ. സോ അങ്ങനെ ഒരു വ്യക്തിക്ക് കിട്ടിയതിൽ വെച്ച് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ ഫാൻ ബോയ് സർവീസ് ഫോർ 2 hours and 7 minutes, അതാണ് മൈക്കിൾ എന്ന പടം. വലിയൊരു ഹൈപ്പോടെ ഞാൻ ഈ പടം അനൗൺസ് ചെയ്ത മുതൽ ആസ് എ ഫാൻ ബോയ് കാത്തിരിക്കുകയാണ്. മൈക്കിളിൻ്റെ നമുക്ക് ആയ കാലത്ത് ജനിച്ച ടൈമിൽ എന്തായാലും ഇയാളെ കോൺസേർട്ടോ ഒന്നും പോയി അറ്റൻഡ് ചെയ്യാനൊന്നുള്ള ഭാഗ്യം കിട്ടിയില്ല. അപ്പം അതിനുള്ളൊരു സാധ്യതയില്ലായിരുന്നു. ബട്ട് ലിറ്ററലി തിയേറ്ററിൽ നിന്നൊരു മൈക്കിൾ ജാക്സൻ്റെ പടം ബയോപിക്ക് കിട്ടുകയാണെങ്കിൽ അയാളെ പെർഫോമൻസും സോങ്സും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അതൊരു ഇറ്റ് വോണ്ട് ബി നത്തിങ് ലെസ് ദാൻ എ കോൺസേർട്ട്. അങ്ങനെയെങ്കിലും നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ലോട്ടറി അടിച്ച ഫീലായിരുന്നു ഈ പടം അനൗൺസ് ചെയ്ത ടൈമിൽ. എനിക്ക് അന്ന് മുതലേ ഉള്ള ഹൈപ്പാണ്. പോകെ റിലീസിന് 1-2 ആഴ്ച മുന്നേ ഈ ക്രിറ്റിക്സ് കയറി ലോ റേറ്റിംഗ് ഒക്കെ കൊടുത്തപ്പോൾ ഒരു ടെൻഷൻ വന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഈ പടത്തിന് പോകും ഫോർ മൈ മാൻ, ഫോർ എക്സ്പീരിയൻസ് ദാറ്റ് സോങ്സ് ആൻഡ് ഡാൻസ് എന്നുള്ള രീതിയിലായിരുന്നു. സോ ഓഡിയൻസ് കളി മാറ്റി, ഓഡിയൻസ് പോസിറ്റീവ് വരണം, 97% റോട്ടൻ ടൊമാറ്റോ ഫാൻ സ്കോറൊക്കെ കിട്ടിയപ്പോൾ എനിക്കൊരു റിലീഫായി. ആൻഡ് തിയേറ്ററിൽ പോയിട്ട് ഇത് അനുഭവിച്ച് വന്നപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ റിവ്യൂ കണ്ട് വീട്ടിൽ പൈസ എന്തിനാ മുടക്കുന്നത് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് മിസ്ഡ് എ ഹ്യൂജ് എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം ആസ് എ സിനിഫൈൽ ആൻഡ് ബോത്ത് ആസ് സിനിഫൈൽ ആൻഡ് എ മൈക്കിൾ ജാക്സൺ ഫാൻ. കിട്ടിലൻ എക്സ്പീരിയൻസ്. ഇറ്റ്സ് നോട്ട് എ മൂവി, ഇറ്റ്സ് നെവർ എ പിക്ചർ പെർഫെക്റ്റ് പിക്ചർ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആസ് എ ബയോപിക് ഇറ്റ് ഹാസ് ഇറ്റ്സ് ലിമിറ്റേഷൻ. കുറേ കാര്യം കുറച്ചുകൂടെ ബെറ്റർ ചെയ്യായിരുന്നു, കുറച്ചുകൂടെ കാണിക്കായിരുന്നു, കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ അവർക്ക് പറയാമായിരുന്നു. ബട്ട് സ്റ്റിൽ മൈക്കിൾ ജാക്സൻ്റെ ഒരു പടത്തിൽ നിന്ന് ഞാൻ എന്താണോ ദ മോസ്റ്റ് എനിക്ക് വേണം എന്നുള്ളത് അത് എനിക്ക് അതിൻ്റെ പീക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും എനിക്ക് ആലോചിക്കാനും നിപ്പിക്ക് ചെയ്ത് കുറ്റം പറയാനും എനിക്ക്
എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ ഒരു യൂഫോറിയയിൽ ഞാൻ മുഴുകിപ്പോയി ലിറ്ററലി. അതിൽ എം ജെയുടെ ഓരോ സീക്വൻസ് സോങ്ങിൻ്റെ, കാരണം ഞാൻ അയാളുടെ എല്ലാ പാട്ടിൻ്റെയും ഫാനാണ്. എല്ലാ പാട്ടും ഒട്ടുമിക്ക മെജോറിറ്റി പോപ്പുലറായ എല്ലാ പാട്ടിയും ഓൾമോസ്റ്റ് അതിലത്തെ എല്ലാ ലൈൻസും ബൈ ഹാർട്ടാണ്. എല്ലാ പാട്ടും കുറേ കേട്ട് പോയാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ട്, ഫോളോ ചെയ്യുന്ന സാധനമായതുകൊണ്ട് അതിൻ്റെ റെഫറൻസ്, അതിൻ്റെ ബീറ്റ്, അതൊക്കെ തിയേറ്ററിൽ വരുമ്പം ആ ഒരു വലിയ സ്ക്രീനിൽ ഡോൾബി അറ്റ്മോസ് സ്പീക്കേഴ്സിൻ്റെ നടുവിലിരുന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഒരു കിക്ക് തന്നെ അത് വേറെയാണ്. ഇത് പോകെ ഓരോ പാട്ട് വരുമ്പോൾ അങ്ങ് പീക്കിലെത്തുക. ഇതിൻ്റെ ഫൈനൽ പടം എൻഡ് ചെയ്യുമ്പോൾ ഒരു കോൺസേർട്ട് സീക്വൻസ്, ഐ വാസ് ലെഫ്റ്റ് ഇൻ യൂഫോറിയ മാൻ. യൂഫോറിയയിലായിരുന്നു, ഒരു ഹാങ് ഓവർ ട്രാൻസിലായിരുന്നു. ലിറ്ററലി ഞാൻ തിയേറ്ററിൽ ഇരിക്കുകയാണോ എന്നുള്ള ബോധം തന്നെ പോയി. ലിറ്ററലി അത് മേക്ക് ചെയ്ത് വെച്ചൊരു രീതി, ലൈറ്റിങ്, ക്യാമറ ആംഗിള്, പിന്നെ ഈ ക്രൗഡിനെയൊക്കെ ഇവർ ഷൂട്ട് ചെയ്ത് വെച്ച രീതി, ക്രൗഡ്, ഇയാൾ പാടുമ്പോൾ ക്രൗഡ് ബോധം കെട്ട് വീഴുന്നൊക്കെ നമുക്ക് ഇതിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. സോ മൈക്കൽ ജാക്സൺ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഓറ ഫാർമിംഗ് എന്ന് പറഞ്ഞ വാക്ക്, ഒരു അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി ഇപ്പോഴത്തെ പുതിയ ജെൻസി പിള്ളേർ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇയാൾ ഈ പരിപാടിയൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇയാൾ ഒരു ഓറ കണ്ട് ബോധം കെട്ട് വീണ് പോകുന്ന, അത്രയും എക്സൈറ്റ്മെൻറ്റ്, BP കൂടി വീണ് പോകുന്ന ഇവൻ്റ് പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ആ ഒരു സീനൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. ലാസ്റ്റിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു കോൺസേർട്ടിൽ ആദ്യം മറ്റേ ത്രില്ലർ, ബില്ലി ജീൻ, ബാഡ് എന്ന് പറഞ്ഞ സാധനം, ഇതൊക്കെ ഇങ്ങനെ കുറേ മൈക്കൽ ജാക്സൻ്റെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പാട്ട് മൂപ്പര് തന്നെ പാടി. ഈ ജാഫർ ജാക്സൺ, ഓ മൈ ഗോഡ്, ജാഫർ ജാക്സൺ എങ്ങനെ അത് കാട്ടുമ്പം ലിറ്ററലി മൈക്കൽ ജാക്സൻ്റെ ഒരു കോൺസേർട്ട് കാണാൻ നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് ബാക്കോട്ട് പോയിട്ട് ഒരു കോൺസേർട്ടിൽ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് കാണുന്ന ആ ഒരു പ്രതീതി, ലിറ്ററലി ആ ഒരു പ്രതീതി. കാരണം ഞാൻ എൻ്റെ കാല് ഓട്ടോമാറ്റിക്കലി താഴത്ത് സീറ്റിൻ്റെ അടിയിൽ നിന്ന് ചലിക്കുന്നുണ്ട്. ഐ കുഡൻ ഹെൽപ്പ് ബട്ട് മൂവ് മൈ ലെഗ്സ്. ഞാൻ പാടുന്നുണ്ടായിരുന്നു, അത് ആ ഒരു പാട്ട് സ്ക്രീനിൽ പാടുന്നതിനനുസരിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് ദാറ്റ് ഐ അഡോർ ദോസ് സോങ്സ്, ഐ ലവ് ദോസ് സോങ്സ്. കാരണം ബാഡ് ആവട്ടെ, ബില്ലി ജീൻ ആവട്ടെ, ബീറ്റ് ഇറ്റ് ആവട്ടെ, ത്രില്ലർ ആവട്ടെ, അതുപോലെ പിന്നെ വേറെ കുറേ ഉണ്ട്, ഇതൊക്കെ മറന്നു ഏതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തത്. അതൊക്കെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ, എനിക്കിഷ്ടമുള്ളൊരു മനുഷ്യൻ അത് സ്ക്രീനിൽ കാണുന്ന കംപ്ലീറ്റ്ലി വേറെ ലെവൽ. ഒപ്പം പിടിച്ച ക്രൗഡും, ഓരോ ബീറ്റിലൂടെ തുടങ്ങുന്നത്. ബീറ്റിൻ്റെ ഫസ്റ്റ് ബീറ്റ് വരുമ്പം ക്രൗഡ് ഗോൺ മാഡ്, അതിനൊപ്പം ഞാനും പിടിച്ചു. പിന്നെ അത്രയും ചുമ്മാ വന്ന് AC 2 മണിക്കൂർ കൊണ്ട് പോകാമെന്നുള്ള ആൾക്കാരല്ല എനിക്ക് ഓഡിയൻസ് ആക്കിയിട്ട്. ഈ പടത്തിന് കയറുന്ന 90% ഓഡിയൻസും മൈക്കൽ ജാക്സണിനെ തലയിൽ വെച്ച് ആരാധിച്ച അവരുടെ ഹാർഡ് കോർ ഫാൻസാണ്. സോ അങ്ങനെ ഒരു ഫാൻസിൻ്റെ ഒപ്പം ഓൾമോസ്റ്റ് 70% അക്യുപ്പൈഡ് ഒരു പാക്ഡ് തിയേറ്ററിൽ ഇരുന്നത് കാണാൻ പറ്റി. ഓരോ റെഫറൻസ് വരുമ്പോൾ അവർ ചിയർ ചെയ്യുന്നത്, കൈയടിക്കുന്നത്, കൂക്ക് വിളിക്കുന്നത്, അവരുടെ ഒപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കിക്ക് വേറെ ലെവലാണ്. സോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെർഫെക്റ്റ് ആക്കാമെന്നുള്ള പല സാധനങ്ങളും മറന്നുപോയി. പിന്നെ എനിക്ക് മനസ്സിലായി ദിസ് മൂവി ഈസ് നോട്ട് മെയ്ഡ് ഫോർ ലൈക്ക് ഇൻ്റലക്ച്വലി ഷോയിങ് ദ biography of a legend. It's mainly for focusing on how insane this man's career was and how incredible this man's performances were. So അത് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്ററലി ആ ഒരു മൈക്കൽ ജാക്സൺ കോൺസേർട്ടിന് പോയി. അത്രയും എനിക്കുള്ളൂ. 200 രൂപ ടിക്കറ്റിന് കൊടുത്തൊരു കോൺസേർട്ടിന് പോയിട്ട് ഇയാളെ പല പാട്ടിൻ്റെയും കോൺസേർട്ട് ആസ്വദിച്ച് വന്നു എന്നുള്ള രീതിയിൽ. സോ സ്ക്രീനിൽ ഞാൻ കാണുന്നത് ലിറ്ററലി മൈക്കൽ ജാക്സനെ ആണെന്നുള്ളൊരു ടോട്ടൽ ബിലീഫിൽ ആണ് ഞാൻ കണ്ടത്. കാരണം അത്രത്തോളം പീക്ക് ലെവൽ സബ്റ്റിലി ഡീറ്റെയിൽഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ നെഫ്യൂ ആയ ജാഫർ ജാക്സൺ തൻ്റെ അങ്കിളായ മൈക്കൽ ജാക്സനെ പോർട്രേ ചെയ്തത്. വൺ ഹെൽ ഓഫ് എ പെർഫോമൻസ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലൈക്ക് ബയോപിക് പെർഫോമൻസ് എവർ ഐ ഹാവ് സീൻ. കാരണം ലാസ്റ്റ് ഇപ്പോൾ കണ്ടു വെച്ചാൽ ഇതേ മൈക്കലിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ബൊഹീമിയൻ റാപ്സോഡി, വിച്ച് ഐ കൺസിഡർ ആസ് ദ ബെസ്റ്റ് ആൻഡ് മൈ ഫേവററ്റ് മ്യൂസിക്കൽ ബയോഗ്രഫി ഓഫ് ഓൾ ടൈം. അതിൽ നമ്മുടെ റാമി മാലക്ക്, നമ്മുടെ ഫ്രെഡി മെർക്കുറി, ക്വീൻ്റെ വി വിൽ റോക്ക് യു, അത് മറ്റൊരിൻ്റെ ഫേവററ്റ് ഓൾ ടൈം ബാൻഡാണ്. സോ അവരുടെ ആ ഒരു ഫ്രെഡി മെർക്കുറിനെ റാമി മലക്ക് പോർട്രേ ചെയ്തതിനു ശേഷം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പോപ്പ് ഫിഗറിനെ ഒരു ആൾ ചെയ്യുന്നത്. ആൻഡ് നൺ ബെറ്റർ ദാൻ ഹിസ് ഓൺ ബ്ലഡ്, ഹിസ് ഓൺ നെഫ്യൂ. സോ ദ ജാക്സൺ ബ്ലഡിൽ, ദ ജാക്സൺ ജീൻസിൽ അത് ഇരിക്കുന്നുണ്ട്, ആ ഒരു പവർ സ്റ്റില്ലുണ്ട്. ലിറ്ററലി ഇയാൾ ഈ ജാഫർ മൈക്കൽ ജാക്സൺ എന്ന് പറയുന്ന ഒരാളെ പുള്ള് ചെയ്യാൻ ഇനിയിപ്പം ആർക്കും പറ്റില്ല. കാരണം മൈക്കൽ ജാക്സനെ പോലെ മൂൺ വാക്ക് അടിച്ച് ഒരു കൗബോയ് തൊപ്പിയൊക്കെ ഇട്ട് വന്നിട്ട് 2 ഡാൻസ് കളിച്ച് പോയാൽ മൈക്കൽ ജാക്സൺ ആവില്ല. ദ ഓറ, ദ
expressions, the sound modulation, even the subtle മൂവ്മെൻറ്റ്, അത് മൈക്കിൾ ജാക്സൺ അത്ര മാച്ച് ചെയ്യാൻ മൈക്കിൾ ജാക്സന് മാത്രമേ പറ്റൂ. ബട്ട് ഇപ്പം അത് മാറ്റി പറയിപ്പിച്ചിരിക്കുകയാണ് അയാളെ നെഫ്യൂ, അയാളെ മരുമകൻ എന്നൊക്കെ പറയാനുള്ള രീതിയിൽ പുള്ളിക്കാരൻ്റെ ജാഫർ ജാക്സൺ അങ്കിളിനെ ലിറ്ററലി അയാളെ മൈക്കിളിൻ്റെ ആത്മാവിനെ എന്തോ കൂടോത്രം ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഈ പടത്തിൻ്റെ ഷൂട്ട് കഴിയുന്നവരെ ഉള്ളിൽ ജാഫറിൻ്റെ ഉള്ളിൽ മൈക്കിളിൻ്റെ ആത്മാവുള്ള മാതിരിയാണ് തോന്നിയത്. അത്രക്ക് സബ്റ്റിലി. കാരണം യൂട്യൂബിൽ നമ്മളിപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ ഒരു കോൺസേർട്ടിൻ്റെ വീഡിയോ എടുത്ത് കാണുക, അത് ബിഗ് സ്ക്രീനിൽ എങ്ങനെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുക. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട, ഇത് മൈക്കിൾ ജാക്സൺ അല്ല, വെറും ഒരു 20-28 വയസ്സുള്ള ഒരു ചെക്കൻ, മൈക്കിൾ ജാക്സൻ്റെ നെഫ്യൂ. അവരാ ലിറ്ററലി മൈക്കിൾ ജാക്സൺ ചെയ്ത എല്ലാ ഒരു പോപ്പുലർ സോങ്സ് ആയ ത്രില്ലർ ബീറ്റിട്ട് അതിലൊക്കെ അതേ കോസ്റ്റ്യൂമും അതേ ലൈറ്റിങ്ങും സെറ്റപ്പും അതേ മാച്ചിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിനെയൊക്കെ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തതാണ്. സോ റീക്രിയേഷൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ മേക്കിംഗ് ടീമിന്, ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന്, മേക്കപ്പ്, കോസ്റ്റ്യൂം, ഡാൻസ് കൊറിയോഗ്രഫി ടീം, ലൈറ്റിങ്, എല്ലാവർക്കും 100-ൽ 100. അജാതി പീക്ക് പെർഫെക്ഷൻ റീക്രിയേഷൻ. കാരണം പണ്ട് ഇയാൾ മൈക്കിൾ ജാക്സൺ ചെയ്തു വെച്ച സാധനം തന്നെ ഒന്നുകൂടെ HD ആക്കി ഇറക്കിയാൽ ഉള്ള ഒരു ഫീലാണ്. പക്ഷേ ഇത് റീക്രിയേഷൻ ആണെന്ന് ഓർക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ടോട്ടലി അൺബിലീവബിൾ. സോ ജാഫർ ജാക്സൺ ഞാൻ പറഞ്ഞു അജാതി ലെവൽ പെർഫോമൻസ് ആണ്. ഇനിയിപ്പം ഐ ഡോണ്ട് നോ മാൻ, ഐ എം ജസ്റ്റ് ഡൈയിങ് ടു സീ ദ സെക്കൻഡ് പാർട്ട് ആൻഡ് ഹൗ പീക്ക് ദിസ് ഗായ് ഈസ് ഗോയിങ് ടു പോർട്രേ മൈക്കിൾ. കാരണം മൈക്കിൾ എന്ന ഒരു അത്രയും ഒരു ലെജൻഡിൻ്റെ അത്രയും ഒരു ഗോട്ടഡ് ഒരു കരിയറാണ്. സോ ആ കരിയറിൻ്റെ എല്ലാം നമുക്ക് ഒറ്റ പടത്തോണ്ട് കാണിക്കാൻ ഒരിക്കലും പറ്റില്ല. സോ അത് എൻഡ് ചെയ്ത് തിരിയുന്ന അത്ര ഒരു പീക്ക് നോച്ചിലാണ്. കാരണം മൈക്കിൾ ജാക്സൻ്റെ കരിയറിൻ്റെ ഫസ്റ്റ് ഹാഫിലാണ് ഈ പടം എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസേർട്ട് വരെയുള്ള. പിന്നെ അതിന് ശേഷം മൈക്കിൾ ജാക്സൺ നമ്മുടെ സർജറി ഒക്കെ ചെയ്ത് മുഖമൊക്കെ ലൈക്ക് വൈറ്റ് വാഷ് അടിച്ചിട്ടുള്ള ആ ഒരു മൈക്കിൾ ജാക്സൺ അറിയാലോ, നമ്മുടെ ഡേഞ്ചറസും അങ്ങനെ കുറേ ഈ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്നുള്ള പാട്ടൊക്കെ വരാനുള്ള ആ ഒരു ഏറയിലേക്കുള്ള മൈക്കിൾ ജാക്സൻ്റെ സ്റ്റോറി സെക്കൻഡ് പാർട്ടിൽ, ഈ പടത്തിൻ്റെ പാർട്ട് 2 മൈക്കിൾ 2 അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺ എന്നുള്ള പേരിൽ ലയൺസ് ഗേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന രീതിയിലാണ് പടം എൻഡ് ചെയ്തിരിക്കുന്നത്. ഹിസ് സ്റ്റോറി കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ. സോ ഉറപ്പാണ്, എന്തായാലും 100% ഉറപ്പാണ് മൈക്കിൾ 2 വരും. ആൻഡ് ഐ എം ഡൈയിങ് ഫോർ ദ FTFS. അത് ഇതിൻ്റെ മേലെ നിൽക്കുന്ന, കാരണം ഓഡിയൻസിൻ്റെ കേട്ട ഈ ഒരു ക്രിറ്റിസിസമൊക്കെ കേട്ട് ഇതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു പടമാക്കി. ഇമോഷണലി കണക്ഷനും പിന്നെ മേക്കിംഗ് വേറെ ലെവൽ എന്തായാലും പോകും ഇതിൻ്റെ മേലെ എന്നറിയാം. അത് വേറെ കൊടൂര പടമായിരിക്കും. സോ സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. പിന്നെ ജാഫർ മാത്രമല്ല, കോൾമാൻ ഡൊമിംഗോ, ഇയാളുടെ അച്ഛൻ ജോസഫ് ജാക്സൺ ആയിട്ട് അഭിനയിച്ച അയാളും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയായിട്ട് കാതറിൻ ജാക്സൺ ആയിട്ട് അഭിനയിച്ച നിയ ലോങ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുട്ടി മൈക്കിൾ ജാക്സൺ ചെറുപ്പകാലം ചെയ്ത ആ ചെറിയ ചെക്കൻ കിടിലൻ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ക്യൂട്ട് ആൻഡ് റിയലി ടാലൻറ്റഡ് അറ്റ് ദ സെയിം ടൈം. പിന്നെ ജാഫർ ജാക്സൺ ബ്രദേഴ്സ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. സൈഡ് നമ്മുടെ മൈൽസ് ടെല്ലർ ഓക്കെ ആയിരുന്നു. ഇറ്റ്സ് എ ഡീസൻറ്റ് പെർഫോമൻസ് ആസ് ദ മൈക്കിൾസ് ലോയർ. അങ്ങനെ ഒട്ടുമിക്ക വരുന്നവനും പോകുന്നതിനൊക്കെ നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ബട്ട് പെർഫോമൻസിനും അത്രയും ഇമോഷണലി നമ്മളെ ഡ്രമാറ്റിക്കലി ഒക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ്, ഇതിനൊന്നുമല്ല ഇതിലിപ്പോൾ ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫക്കിങ് എക്സ്പീരിയൻസ് ഓഫ് വാട്ട് മൈക്കിൾ ജാക്സൺ വാസ് ആൻഡ് വാട്ട് മൈക്കിൾ ജാക്സൺ ക്രിയേറ്റഡ്. സോ ആ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുള്ള മൈൻഡ് സെറ്റ് പോയതുകൊണ്ട് തന്നെ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ്റെ പീക്ക് കിട്ടി. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ 4 out of 5 പടം ഫോർ മീ. ബാക്കിയുള്ള ക്രിറ്റിക്സ് ഒക്കെ 2-ഉം 2.5-ഉം ഈവൻ ചില ഫാൻസ് വരെ തന്നെ 2-ഉം 3 ഒക്കെയാണ് മാക്സിമം റേറ്റിംഗ് കൊടുക്കുന്നത്. ബട്ട് ഞാൻ അടിച്ച് പൊളിച്ച്, ഞാൻ ആ സീറ്റിൻ്റെ മേലെ കയറി ഡാൻസ് കളിച്ചില്ലാന്നുള്ളൂ, ബാക്കി എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ആ ത്രില്ലറൊക്കെ ഒരു എജാതി രീതിയിലാണ് ഇത് റീക്രിയേറ്റ് ചെയ്ത്. ഇതിൽ ചില റെഫറൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഓൺലി മൈക്കിൾ ജാക്സൻ്റെ ഫാൻസ് അത്ര അയാളെ പാട്ട് കേട്ട് തഴമ്പിച്ച, അതുപോലെ ഫാൻസിന് മാത്രം മനസ്സിലാകുന്ന കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാനങ്ങ് പരിസരം നോക്കാണ്ട് കൂടി എൻ്റെ ഒപ്പം പിടിച്ച് സപ്പോർട്ട് ചെയ്ത് പോകാൻ വന്നതും മൈക്കിൾ ഫാൻസ് തന്നെ ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഈസിലി വൺ ഓഫ് ദ ഫേവററ്റ് ആൻഡ് ഹോണസ്റ്റ്ലി ഈ escape from a reality kind of theatre experience that I had in years. So Michael is an absolute banger of a film for me. I just had a great time and second പാർട്ടിനും കിടിലം വെയിറ്റിംഗ് ആണ്. ആൻഡ് എന്തായാലും നിങ്ങൾ കാണണം. ഫക്ക് ഓൾ ദ ക്രിറ്റിക്സ് റിവ്യൂസ് ആൻഡ് ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പീരിയൻസ് ദിസ് മാൻ. ആ തുടക്കത്തിൽ ഒരു പാട്ട് വരാവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഏത് ഈ മൈക്കിളിൻ്റെ അച്ഛനും മൈക്കിളും തമ്മിലുള്ള, ചെറിയ മൈക്കിളും തമ്മിലുള്ള ഒരു ടോക്സിക് ഫാദർ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ കണ്ട് ഒരു കുറച്ച് നേരം ഒന്ന് നിങ്ങൾ ടൈം പിടിച്ചിരുന്നാൽ മതി. പിന്നെ പാട്ടും ബഹളമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പോകും.
അജാതി രീതി ഒരു തിയേറ്ററിനെ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതിൻ്റെ ഒരു ഡെഫിനേഷൻ ആയൊരു പടം. ദിസ് വാസ് ആൻ ആബ്സല്യൂട്ട് ഫാൻ ബോയ് ട്രീറ്റ് ഫോർ ഓൾ ദ മൈക്കിൾ ഫാൻസ് ഇൻക്ലൂഡിങ് മീ. ആൻഡ് ദാറ്റ്സ് മൈക്കിൾ ഫോർ മീ. മസ്റ്റായിട്ട് നല്ല കിടിലം കുലുങ്ങുന്ന ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോയിട്ട് പാട്ടും മൈക്കിളിൻ്റെ ഡാൻസും ഒക്കെ ആസ്വദിച്ച് വരിക. ബാക്കി കുറ്റവും ഉന്നായ്മയൊന്നും നിങ്ങൾ കണ്ട. മൈക്കിളിൻ്റെ കുറേ റിയൽ ലൈഫ് കോൺട്രവേഴ്സി ഉണ്ട്. മൈക്കിൾ ജാക്സനെ വൈറ്റ് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മൈക്കിൾ ജാക്സൻ്റെ കുറേ ഇൻഡെപ്ത് സാധനങ്ങൾ കാണിച്ചില്ല എന്നുള്ള സാധനങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് അത് ചിന്തിക്കുക പോലും വേണ്ട. അജാതി രീതിയിലുള്ള പാട്ടും കൊട്ടും താളവും മേളവും ഒക്കെ ആണുള്ളത്. അത് മാത്രം ആസ്വദിച്ച് കീഴിലാണ് എക്സ്പീരിയൻസ് ആയിട്ട് വരിക. ഫാമിലി ഫ്രണ്ട്ലി ആണ്. ഒരു തെറിയും ഒരു പറയും ഒരു മണ്ണാങ്കട്ടിയില്ല. ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പീരിയൻസ് ദിസ് ഫിലിം. ജസ്റ്റ് ബീറ്റ് ഇറ്റ്. ജസ്റ്റ് ബീറ്റ് ഇറ്റ്. ഓൾസോ കമന്റ് ഡൗൺ യുവർ ഫേവറേറ്റ് മൈക്കിൾ ജാക്സൺ സോങ്സ്. മറ്റൊരു വീഡിയോ കാണുന്നവർ, ഇറ്റ്സ് മീ ജോൺ ഫ്ലെക്സ് സൈനിങ് ഓഫ് ഫ്രം എൻസിക്ലോപീഡിയ.